പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നയനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പം നയനയാണെങ്കിലും ഇങ്ങനെ മോളെ മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനായിട്ട് അപ്പം നന്ദു കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നന്ദുവിനോട് നയന ചോദിക്കുന്നുണ്ടായിരുന്നു, മോൾക്ക് എന്താ പറ്റിയത്, മോൾ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും ഇങ്ങനെ ആ ഓക്സിജൻ മാസ്ക് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ നന്ദു ഇങ്ങനെ അനിയനെ കിട്ടാത്തതുകൊണ്ടല്ല ഞാനിങ്ങനെ ചെയ്തത്, അനിയുടെ ജീവിതത്തിൽ ഇനി ഞാനൊരു ബാധ്യതയാവാൻ പാടില്ല, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തതെന്ന് പറയൂട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ വിഷമിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ആദർശം അവിടുന്ന് സങ്കടത്തോടുകൂടി അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് നയനയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇനി മോളിങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുകയാണ്. എന്നിട്ട് നയനയും അങ്ങനെ നന്ദുവിനെ കാണാൻ പറ്റാതെ സങ്കടത്തോടുകൂടി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. അപ്പം നന്ദുവിന് ഇങ്ങനെ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് കാണുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ വന്നിട്ട് വീണ്ടും ആ ഓക്സിജൻ മാസ്ക് നന്ദുവിൻ്റെ മുഖത്തേക്ക് വെച്ച് കൊടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ദേവയാനിയാണെങ്കിലും ആദർശിനെ കാണാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും റിങ് ഉണ്ട്, ആദർശ് കോൾ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ജലജ അവിടേക്ക് വരുന്നത്. ജലജ വന്നിട്ട് ചോദിക്കും, എന്താ ഏട്ടത്തി ആദർശ് കോൾ എടുക്കുന്നില്ല എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ റിങ് ഉണ്ട്, അവൻ എടുക്കുന്നില്ല എന്ന് പറയട്ടെ. അപ്പോൾ അതും നയനയുടെ പേരിലേക്കാണ് കേട്ടോ ആ കുത്തി എടുത്തിടുന്നത് ജലജ. അവളിങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് പോയതാണ് ഇവിടുന്ന്, അവനെയും കൂടെ മാറ്റിയതാണ്. ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്, അവൾ അവനെ നന്നായിട്ട് മാറ്റിയെടുത്തു, അവൻ്റെ മനസ്സിലിപ്പോൾ അമ്മയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ട്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ആദർശനും അവൻ്റെ ഭാര്യേനേക്കാളും നല്ലൊരു കുടുംബത്തിൽ നിന്ന് എനിക്ക് ബന്ധം കിട്ടരുതെന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് താലി അഴിഞ്ഞു വീണത് ഏട്ടത്തി ഇങ്ങനെ നിസ്സാരമായിട്ട് എടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തായാലും അതിനെ അങ്ങനെ തന്നെ കാണുന്നുള്ളൂ. ഇപ്പം കല്യാണത്തിന് എല്ലാ പയ്യന്മാരും താലി നല്ല മുറുക്കിയല്ലേ കെട്ടാറുള്ളത്, എന്നിട്ട് ആ ബന്ധം എന്നും നിലനിൽക്കാറൊന്നുമില്ലല്ലോ, ഞാനതിനെ അതുകൊണ്ട് അങ്ങനെ തന്നെ കാണുന്നുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയാനിട്ട്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, പിന്നീട് വീണ്ടും നയനേനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ചേച്ചി അനിയത്തിയും കൂടി അനാമിക വീട്ടിലേക്ക് വന്നാൽ എന്തൊക്കെ പുകിലുണ്ടാക്കുന്ന ആർക്കറിയാമെന്ന് ജലജ പറയുന്ന സമയത്ത് അങ്ങനെ ഒന്നും അവിടെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവളെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും അനുവദിക്കില്ല, എനിക്ക് ആ കുട്ടീനെ അത്രയ്ക്കും ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അവളെല്ലാ മര്യാദയോടും കൂടിയാണ് അനന്തപുരിയിലേക്ക് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് ദേവയാനി ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമിക ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജാനകി അത് നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, അമ്മയും കൂടെ വന്ന് നിൽക്കുകയെന്ന് പറയട്ടോ. അപ്പോൾ ഒരുപാട് ഫോട്ടോസ് എടുത്തതല്ലേ, ഇനിയിപ്പോൾ മതി മോളെ പിന്നെ എടുക്കാമെന്ന് പറയട്ടോ. എന്നിട്ട് അങ്ങനെ അനിയനോട് ജാനകി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളെക്കാളും ഇഷ്ടമായിരുന്നല്ലോ നിനക്ക് ആദർശിനോട്, എന്നിട്ട് പിന്നെ നിൻ്റെ ഏട്ടനെ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി കൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, ഏട്ടനോ ഏട്ടത്തി ഇവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിന് തക്കതായിട്ടുള്ളൊരു കാരണം കാണുമെന്ന് പറയാനുണ്ട്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ടായിരുന്നു, ആദർശിനെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് ജാനകി പറയുന്ന സമയത്ത് അതിനേക്കാളേറെ ഇഷ്ടമായിരുന്നല്ലോ ഏട്ടത്തിനോടെന്ന് പറയും കേട്ടോ. അപ്പോഴാണ് പറയുന്നത്, ഏട്ടനെ ഇവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം കാണുമെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പിന്നെ താലി അഴിഞ്ഞു വീണതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, താലി ഇങ്ങനെ അഴിച്ചു വെച്ചതാണ് അവൾ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇനി ഏട്ടത്തിയുടെ തലയിൽ ഇടണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അനി താലി മുറുക്കി കെട്ടിയില്ലായിരുന്നോ എന്ന് അനാമിക ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെൻ്റെ തെറ്റുകൊണ്ട് തന്നെയാണെന്ന് അനി അങ്ങ് സമ്മതിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, എന്തിനാണ് വെറുതെ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ കള്ളം പറയുന്നത്, അവളത് അങ്ങനെ നീ മുറുക്കി കെട്ടിയിട്ടില്ലെങ്കിൽ അവളത് നന്നായിട്ട് മുറുക്കി കെട്ടാൻ വേണ്ടിയിട്ടല്ലേ വന്നത്, എന്നിട്ടത് പിന്നെ എങ്ങനെ അഴിഞ്ഞു വീണത്, അത് അവർ അഴിച്ചു വെച്ച് തന്നെയാണ് എന്നുള്ള രീതിയിൽ അനാമിക സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതൊന്നും ഇഷ്ടമൊന്നും ചെയ്യുന്നില്ല, അവളങ്ങനെ വെറുതെ നാടകം കളിക്കുകയാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമികേനെ കുണ്ടുകൾ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഇങ്ങനെ നന്ദും നയനയും ചെന്നിട്ടാണല്ലോ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അവർ വെറുതെ ഇങ്ങനെ നാടകം കളിച്ചതാണ്, ഞാൻ അമ്മേനോട് പറഞ്ഞില്ലേ എന്നൊക്കെ അനാമിക പറയുന്ന സമയത്ത് ഇങ്ങനെ അനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അവർക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, നന്ദുവിനും അതിനേട്ടത്തേക്കും അവരങ്ങനെ നാടകം കളിക്കുന്ന കൂട്ടത്തിലും അല്ല, നവ്യടുത്തെയാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അത് അംഗീകരിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അനി. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, അവളെ പറഞ്ഞപ്പോൾ അവൻ്റെ ദേഷ്യം കണ്ടില്ലേ, ഇനി മോള് വേണം അവനെ മാറ്റിയെടുക്കാൻ എന്നൊക്കെ അനാമികേനോട് പറയാൻ കേട്ടോ. അനാമികയാണെങ്കിലും ജാനകിനോട് പറയുന്നുണ്ടായിരുന്നു, അമ്മയും കൂടെ നിൽക്കണം, പിന്നെ അങ്ങനെ നയന അവിടെ വീട്ടിലുണ്ടായതുകൊണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുക എന്നറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അനാമിക അങ്ങനെ ഭയങ്കര ടെൻഷനുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഒന്നും സംഭവിക്കില്ല, ഇങ്ങനെ അവളുടെ അമ്മായിമ്മ പോലും മോളെ സ്വന്തം മരുമോളായിട്ടാണ് കാണുന്നത്, അതും കൂടെ മോള് മനസ്സിൽ വെച്ചോണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അനാമിക ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഉള്ളിലൊരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ ജയനും കൂടെ ഒക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ആദർശനും അതിനെയും കൂടെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു.
അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണല്ലോ. അപ്പോൾ ആദർശ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നന്ദു ഇങ്ങനെ ചെയ്ത കാര്യം ഇവിടെ ആരോടും പറയേണ്ട, അത് മോശമാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അതെനിക്കറിയില്ല, എന്തായാലും വാന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് അങ്ങ് കയറുകയാണ് കേട്ടോ. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു, അവർ എത്തിയെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയട്ടോ. എന്നിട്ട് പിന്നീട് ആദർശിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എവിടെയാണ് പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു ഇങ്ങനെ തല ചുറ്റി വീണതാണ്, അവളിങ്ങനെ താലികെട്ടൊക്കെ കഴിഞ്ഞ് പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് തല ചുറ്റി വീണത്, അവളുടെ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, എന്നിട്ട് ഇപ്പോൾ ആ കുട്ടിക്ക് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെ ആയ ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയട്ടോ. അപ്പോൾ അവൾക്ക് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഉണ്ടാവുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ്, BP ഒന്ന് ലോ ആയതാണെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ഞാൻ അച്ഛനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട്, അച്ഛനെയും അമ്മേനെയും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോരുന്ന സമയത്ത് ആദർശിനെ അജയനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് എന്നോട് ജാനകി പറഞ്ഞത് നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ടാണ് ആ കുട്ടി തല ചുറ്റി വീണത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് ആദർശാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒന്നിപ്പിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ വഴക്ക് നടക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ സെൻറ്റിമെൻറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനി നീ വേണം അനീനെ പറഞ്ഞ് തിരുത്താൻ, ഇനി അനിയുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അത് നീ വേണം മാറ്റിയെടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് പറയാണ് കേട്ടോ. പിന്നീട് അജയനും അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശാണെങ്കിലും ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് നവ്യയും കനകയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തൊരു പുകഴ്ത്തലാണ്, അവൾ വലിയ രാജകുമാരിയാണെന്നാണ് ഇവിടെ ഉള്ളവരുടെ വിചാരം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കനക അതൊന്നും ശ്രദ്ധിക്കേണ്ട, എന്തായാലും ഇപ്പം നന്ദൂട്ടനെ എവിടെ പോയി എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ കനക നിൽക്കുന്നത്. അപ്പോഴാണ് നയന വരുന്നത് കാണുന്നത്. അപ്പോൾ നയനയോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നയന പറയാം, നമ്മുടെ നന്ദൂട്ടൻ ഒരു അബദ്ധം കാണിച്ചു എന്ന് പറയട്ടെ. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവളിങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ കനകയ്ക്ക് ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെയാണ്, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ നവ്യാണെങ്കിലും അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഗോവിന്ദൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഗോവിന്ദൻ വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ ആദ്യമൊന്നും കനക പറയുന്നില്ല കേട്ടോ, നമുക്ക് ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ നവ്യ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നീട് കനക പെട്ടെന്ന് തന്നെ ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകണം കേട്ടോ. ഏത് ഹോസ്പിറ്റലിലാണെന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നവ്യ പറയും, ഞാനും കൂടെ വരാമെന്ന് പറയുന്ന സമയത്ത് ചേച്ചി ഇപ്പോൾ ഇവിടെ നിന്ന് മാറി നിൽക്കണ്ട, ഞാനും ആദർശേട്ടനും ഇവിടെ ഇപ്പോൾ മാറി നിന്നതിൻ്റെ പേരിൽ ഇവിടെ വലിയൊരു ചർച്ച തന്നെ നടക്കുന്നുണ്ടാവും, അതുകൊണ്ട് ചേച്ചി മാറി നിൽക്കണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ കനക എന്തായാലും ഗോവിന്ദനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അവർ പോകുന്ന സമയത്താണെങ്കിലും നവ്യ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ചിന്തിച്ചത് തെറ്റായിപ്പോയി, നമ്മൾ നന്ദു അതുപോലെ തന്നെ അനിയായിരുന്നു ഒന്നിക്കേണ്ടത്, നമ്മൾ മൂന്നാമതൊരാളും കൂടെ അനന്തപുരിയിലേക്ക് വരണ്ടെന്ന് എടുത്ത തീരുമാനം തെറ്റായിപ്പോയി, അതറിഞ്ഞപ്പോൾ ആദർശേട്ടൻ പോലും നമ്മൾ എതിർത്തില്ല, അനി നന്ദു ഒന്നിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. പിന്നീട് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ നയനെ പിടിച്ച് വെച്ചിട്ട് നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ പറഞ്ഞത് ശരിയാണല്ലേ, നന്ദുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും കേട്ടോ. ഇല്ല, കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഇങ്ങോട്ട് പോരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് ഇവിടെ ഇങ്ങനെ അനാമികയുടെ സ്വർണ്ണമൊക്കെ പിടിച്ച് നോക്കുകയാണ് ദേവയാനിയാണെങ്കിലും. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തി സ്വർണ്ണമൊന്നും നോക്കണ്ട, അതെല്ലാം 916 ആണെന്ന് പറയട്ടോ. ഞാൻ അതെല്ലാം നോക്കിയത് ആ സ്വർണത്തിൻ്റെ ഭംഗിയാണ് നോക്കിയെന്ന് പറയട്ടോ, അല്ലെങ്കിലും നമ്മളല്ലേ ഈ സ്വർണ്ണമെല്ലാം സെലക്ട് ചെയ്തത്, മോള് പിന്നീടല്ലേ അത് പോയി വാങ്ങിച്ചെന്ന് പറയും. എന്നിട്ടിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ മോൾക്ക് സ്വർണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, മോള് ഒരു സ്വർണം തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് സ്വർണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, മോളെ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ വീണ്ടും ജലജ നയനയുടെ കാര്യം എടുത്ത് പറയാണ് കേട്ടോ. നയന ഇങ്ങനെ കെട്ടിയ താലി അഴിഞ്ഞ് പോയല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും അവിടെ ഒരു സംസാരം ഉണ്ടാവുകയാണ്. അപ്പോൾ അനാമികയുടെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ആ കുട്ടിക്ക് ഇത്രയും അസൂയ ഉണ്ടെങ്കിൽ പിന്നെ ആ കുട്ടീനെ എന്തിനാ താലി മുറുക്കാൻ വേണ്ടി വിളിച്ചതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് അറിയായിരുന്നില്ലല്ലോ, അവളല്ലേ ചാടി കയറി വന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനും പറയാണ് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ ജാനകിയാണെങ്കിലും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ നയനേനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ നയന അവിടേക്ക് വരുന്നത്. അപ്പോൾ നയനയാണെങ്കിലും വരുന്ന സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ആദർശിനെ വിളിച്ചുകൊണ്ട് എവിടെ പോയതാണെന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയതാണ് അമ്മയെന്ന് പറയും. അപ്പോൾ ജലജ പെട്ടെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് പറ്റി അച്ഛനെന്ന് ചോദിക്കട്ടോ. അപ്പോൾ മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്ദു ഇങ്ങനെ തല ചുറ്റി വീണ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അനാമിക അങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു,
അവൾക്ക് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ അത് കാണാനില്ല ശക്തിയില്ലാതെ തല ചുറ്റി വീണതാവും, അവളെ ഹൃദയം അങ്ങ് നിലച്ചു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ അങ്ങനെ അനാമിക മനസ്സിലിങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അനാമികയുടെ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം അനിയത്തിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയും ചെയ്യാണ്. അവൾ ഒബ്സർവേഷനിലാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അനാമികയ്ക്കാണെങ്കിലും ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അവളുടെ ഹൃദയം അങ്ങ് നിലച്ചു പോയാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് അനാമിക മനസ്സിലിങ്ങനെ ഓർക്കുകയും ചെയ്യുന്നത്. പിന്നീട് ജലജ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ താലികെട്ട് കഴിഞ്ഞ ശേഷം താലി അഴിഞ്ഞു വീണ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ അത് അഴിച്ചു വെച്ചേ, കെട്ട് അഴിച്ചു വെച്ചേന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ നയന അറിയാത്ത കാര്യം വെറുതെ വിളിച്ച് പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് അത് ഇങ്ങനെ പറയുകയും ചെയ്യുന്നത്. ഞാൻ മനസ്സറിയാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കേട്ട് നിൽക്കില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ അനാമികയുടെ അമ്മയും ചോദിക്കുന്നുണ്ടായിരുന്നു, പിന്നെ അതങ്ങനെ അഴിഞ്ഞു വീണേന്ന് ചോദിക്കട്ടോ. അപ്പോൾ നയന പറയും, എനിക്കറിയില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നീ വലിയ സാമർത്ഥ്യക്കാരിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്ന സമയത്ത് സാമർത്ഥ്യം കാണിക്കേണ്ടടുത്ത് ഞാൻ കാണിക്കും, ഇനിയിപ്പോൾ ഇങ്ങനെ മിണ്ടാതെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പം അതിന് മുന്നേ ആണെങ്കിൽ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ നന്ദു തല ചുറ്റി വീണപ്പോൾ നയന ഹോസ്പിറ്റലിൽ പോയതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് പോയാൽ പോരായിരുന്നു, നീ എന്തിനാ ആദർശിനെ വിളിച്ചുകൊണ്ട് പോയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വരണ്ടെന്ന് പറഞ്ഞാണ്, ആദർശേട്ടനാണ് കൂടെ വരാമെന്ന് പറഞ്ഞ് വന്നേന്ന് പറയും കേട്ടോ. അപ്പോൾ താലികെട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയെന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവയാനിയാണെങ്കിലും ഞാൻ ആദർശനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വീട്ടിനുള്ളിൽ വലിയ അടി തന്നെ നടക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയും ചെയ്യാണ്. പിന്നീട് അനാമികേനോടാണെങ്കിലും ജാനകി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവളുടെ അമ്മായിമ്മ പോലും മോളെ സ്വന്തം മരുമകളായിട്ടാണ് കാണുന്നത്, മോളത് മനസ്സിൽ ഓർത്ത് വെച്ചോ എന്നിങ്ങനെ പറയുമ്പോൾ അനാമിക ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.